എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ആഴ്ചയായി ക്ലാസ് എടുത്തിട്ട് ചില വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ച് ഡിലേ ആയി. ക്ലാസ് നമ്മൾ നിർത്തില്ല, ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം ക്ലാസ് ഡിലേ ആവുന്നതാണ്. മാക്സിമം ക്ലാസ്സുകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സരളി. ഒന്നാമത് നമ്മൾ പാടിയത് സമഗരി സരി ഗമ രി പമഗ രി ഗമ പ ഗധ പമ ഗമ പധ സമഗരി സരി ഗമ രി പമഗരി ഗമ പ സമഗരി സരി ഗമ രി പമഗരി ഗമ പ ഗധ പമ ഗമ പദ മനി ധ പമ പദ നി പസനി ധ പദ നി സ പദ നി സ നി ധ പനി മ പദ നി ധ പമ ധ ഗമ പദ പമ ഗമ രി ഗമ പമ ഗരി മ സരി ഗമ ഗരി സ. അതൊക്കെ ഇതൊക്കെ പാടാൻ പറഞ്ഞിരുന്നു. ക്ലാസ് കാണുന്നവർ, ഇത് ഫോളോ ചെയ്യുന്നവർ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നുള്ളവർ നമ്മൾ ഈ പറയുന്ന പോലെ കൃത്യമായി നോട്ട് എഴുതി അത് സ്വരസ്ഥാനങ്ങളും താളവും അതിൻ്റെ അകാര ഇകാര മകാരങ്ങളെല്ലാം നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ. പിന്നെ നമ്മൾ രണ്ടാമത് പാടിയ ധാട്ടവരിശ എന്ന് പറയുന്നത് സഗരി ഗ സരി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ധ മ ധ പ ധ മ പ ധ നി സഗരി ഗ സരി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ധ സഗരി ഗ സരി ഗ മ രി മ ഗ മ രി ഗ മ പ ഗ പ മ പ ഗ മ പ ധ മ ധ പ ധ മ പ ധ നി നമ്മൾ രണ്ടാമത് പാടി. അതിൻ്റെ 3 കാര്യങ്ങൾ എങ്ങനെയാണ് പാടുക എന്ന് നമ്മൾ കാണിച്ചു. അതിൻ്റെ അകാരികാര മകാരങ്ങൾ പാടുന്ന കാര്യം പറഞ്ഞു. അതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം. അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് ധാട്ടവരിശകൾ. ഒരു 7-8 ഉണ്ട്. നമുക്ക് അതിൽ നിന്നൊരു പ്രധാനപ്പെട്ടൊരു 4 എണ്ണമെങ്കിലും പഠിക്കാം. ഇനി നമ്മൾ പാടാൻ പോകുന്നത് 3ാമത്തെ ധാട്ടവരിശകളാണ്, ജമ്പിങ് നോട്ട്സ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാനും, നമ്മൾ കീർത്തനങ്ങളൊക്കെ പാടി അതിൻ്റെ സ്വരങ്ങളൊക്കെ പാടുന്ന സമയത്ത് മനോധർമ്മ സ്വരങ്ങൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു എക്സർസൈസാണ് ധാട്ടവരിശകൾ. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അകാര ഇകാര മകാരങ്ങളൊക്കെ നല്ലപോലെ പാടുക. അടുത്തത് 3ാമത്തെ ധാട്ടവരിശയാണ് നമ്മൾ പാടാൻ പോകുന്നത്. സമഗമ രി ഗ സരി. അതാണ് എൻ്റെ. അത് കുറച്ച് വലുതാണ്. 3ാമത്തത് 1ഉം 2ഉം മാത്രമാണ്. ചെറിയ വരിശകൾ ഒരു ലൈനിൽ 8 സ്വരങ്ങൾ വരുന്നത്. ഇനി വരുന്നതെല്ലാം ഒരു ലൈനിൽ 16 സ്വരമാണ്. ഒരു താളത്തിൽ നമ്മൾ ശരിക്കും ഒരു താളത്തിൽ 8 സ്വരം വെച്ചാൽ എഴുതിയിരിക്കുന്നെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് 2ാം കാലത്തിലാക്കി പാടാം. ഒരടിക്ക് 2 സ്വരം. നമ്മൾ പറഞ്ഞല്ലോ, 2ാം കാലം എന്ന് പറയുന്നത് ഒരടിയിൽ 2 സ്വരം വീതം പാടുന്ന മെത്തേഡിനെയാണ് നമ്മൾ 2ാം കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വരിശകളെല്ലാം 2ാം കാലത്തിൽ തുടങ്ങി പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഒരടിക്ക് 2 സ്വരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു ലൈൻ ഫുള്ളായിട്ട് ഒരു താളത്തിൽ കഴിയും. പക്ഷേ എഴുതി നമ്മൾ നോട്ട് എഴുതുന്നത് ശരിക്കും 1ാം കാലത്തിലാണ്. 8 സ്വരമായിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ആദ്യം 2 വരെ വരയ്ക്കുക. സമഗമ രി ഗ സരി സ
സമഗമ രി ഗ സരി ഒരു വര വരയ്ക്കുക. പിന്നെ സമഗരി സരി ഗമ 2 വര വരയ്ക്കുക. അങ്ങനെ 16 സ്വരം ഒരു ലൈനിൽ വരുന്ന പോലെ, ഒരു താളത്തിൽ വരുന്ന പോലെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം 2 വര വരയ്ക്കുക, 8 സ്വരം എഴുതുക, പിന്നെ 1 വര വരയ്ക്കുക, പിന്നെ വീണ്ടും 8 സ്വരം എഴുതുക, പിന്നെ 2 വര വരയ്ക്കുക. അപ്പോൾ അത് 2ാം കാലത്തിലായി. ഒരടിക്ക് 2 സ്വരം വെച്ച് നമ്മൾ എഴുതുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. 1ാം കാലത്തിലാണ് എഴുതുന്നതെങ്കിൽ ആദ്യം 2 വര, പിന്നെ 4 സ്വരം, പിന്നെ 1 വര, പിന്നെ വീണ്ടും 4 സ്വരം, 2 വര. ഓക്കെ. പിന്നെ ഇടയ്ക്ക് 2 സ്വരം കഴിഞ്ഞാൽ 4 സ്വരം കഴിഞ്ഞിട്ട് പിന്നെ 2 സ്വരം, പിന്നെ 1 വര, പിന്നെ 2. അങ്ങനെ ഇടയ്ക്കൊരു ചെറിയൊരു വര കൂടെ വരും. അത് നമ്മൾ ദ്രുതം എന്ന് പറഞ്ഞ ലഘു ദ്രുതം താളം നമ്മൾ അടിക്കുന്ന ലഘു അടി 1 2 3 ഇതിനെയാണ് നമ്മൾ അടിച്ച് വിരലെണ്ണുന്നതിനെയാണ് നമ്മൾ ലഘു എന്ന് പറയുന്നത്. പിന്നെ ദ്രുതം എന്ന് പറയുന്നത് അടിയും വീച്ചും, ഒരടിയും ഒരു വീച്ചുമാണ് ഒരു ദ്രുതം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ താളത്തിൽ 2 ദ്രുതമാണുള്ളത്, അടി വീച്ച്, അടി വീച്ച്. ആ വീച്ചിനെയാണ് നമ്മൾ ആ 2 ദ്രുതമുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഇടയ്ക്കൊരു വര കൂടെ വരുന്നത് 2 സ്വരം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം 2 വര വരയ്ക്കുക, 8 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കുക, പിന്നെ 8 സ്വരം കഴിഞ്ഞാൽ 2 വര വരയ്ക്കുക. അപ്പോൾ നമ്മൾ 16 സ്വരം ഒരു താളത്തിൽ വരുന്ന പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ സ്വരം ഒന്ന് പറയാം. സമഗരി അതല്ല, സമഗരി സരി ഗമ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വരിശയാണ്, 1ാമത്തെ താട്ട് വരിശയാണ്. ഇത് 3ാമത്തത് അങ്ങനെയല്ല, സമ ഗമ രിഗ സരി, സമ ഗമ രിഗ സരി. ഒരു വര വരയ്ക്കണം. പിന്നെ നമ്മൾ ആദ്യത്തെ വരിശ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യാണ്, സമഗരി സരി ഗമ. അപ്പോൾ ആദ്യത്തെ പോർഷൻ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അതിൻ്റെ 2ാമത്തെ പോർഷൻ എന്ന് പറയുന്ന ആദ്യത്തെ 2 വര കഴിഞ്ഞ് പിന്നെ നമ്മൾ 8 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത 8 സ്വരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച 1ാമത്തെ താട്ട് വരിശ തന്നെയാണ്, സമഗരി സരി ഗമ. അപ്പോൾ സമ ഗമ രിഗ സരി ഒരു വര, പിന്നെ നമ്മൾ 1ാമത്തെ വരിശ അതിൻ്റെ അടുത്ത ലൈനിൽ അടുത്ത ഫ്രണ്ടിൽ എഴുതും, സമഗരി സരിഗമ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പോർഷൻ മാത്രം കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. 2ാമത്തെ പോർഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, സമഗരി സരിഗമ റിപ്പമഗരി ഗമപ്പ. നമ്മൾ ആദ്യത്തെ ധാട്ട് വരിശയായിട്ട് പഠിച്ചത് തന്നെയാണ്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അത് ഫുള്ളായിട്ടൊന്ന് പറയാം. 3ാമത്തെ ധാട്ട് വരിശകൾ സമഗമ രിഗ സരി ഒരു വര, സമഗരി സരി ഗമ 2 വര. അപ്പോൾ ആദ്യത്തെ ഒരു ലൈനായി, ഒരു താളമായി. അടുത്ത 2ാമത്തെ ലൈൻ 2 വര വരയ്ക്കണം. ഇനി എല്ലായിടത്തും പറയില്ല, ശ്രദ്ധിച്ചോണം. അടുത്ത ലൈൻ ആദ്യം 2 വര വരയ്ക്കണം, രി പ മ പ ഗ മ രി ഗ ഒരു വര. പിന്നെ നമ്മൾ ആദ്യത്തെ വരിശയിലുള്ളത് രി പ മ ഗ രി ഗ മ പ 2 വര. അപ്പോൾ ഇനി പറയില്ല, അവരെയൊക്കെ നിങ്ങൾ കൃത്യമായി ഇട്ടോണം. അടുത്തത് ഗ ധ പ ധ മ പ ഗ മ, ഗ ധ പ മ ഗ മ പ ധ. അടുത്ത ലൈൻ മ നി ധ നി പ ധ മ പ, മ നി പ മ പ ധ നി. അടുത്ത ലൈൻ പ സ നി സ ധ നി പ ധ,
പ സ നി ധ പ ധ നി സ. ആരോഹണം കഴിഞ്ഞു. ഇനി അവരോഹണത്തിൽ എഴുതേണ്ടതാണ്. ഡിസെൻഡിങ് ഓർഡർ. സ പ ധ പ നി ധ സ നി സ പ ധ നി സ നി ധ പ. അടുത്ത ലൈൻ നീ മാ പ മ ധ പ നി ധ നീ മാ പ ധ നി ധ പ മ. അടുത്ത ലൈൻ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ മ പ മ ഗ രി. ലാസ്റ്റ് ലൈൻ മ സ രി സ ഗ രി മ ഗ മ സ രി ഗ മ ഗ രി സ. ഇതാണ് മൂന്നാമത്തെ ധാട്ടുപരിശകൾ. അപ്പോൾ അതൊന്നുകൂടെ പാടാം. സ മ ഗ മ രി ഗ സ രി സ മ ഗ രി സ രി ഗ മ രി പ മ പ ഗ മ രി ഗ രി പ മ ഗ രി ഗ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ മ ഗ മ പ ധ മ നി ധ നി പ ധ മ പ മ നി ധ പ മ പ ധ നി പ സ നി സ ധ നി പ ധ പ സ നി ധ പ ധ നി സ സ പ ധ പ നി ധ സ നി സ പ ധ നി സ നി ധ പ നി മ പ മ ധ പ നി ധ നി മ പ ധ നി ധ പ മ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ മ പ മ ഗ രി മ സ രി സ ഗ രി മ ഗ മ സ രി ഗ മ ഗ രി സ. അപ്പം ഇത് നല്ലതുപോലെ ഇത് കുറച്ച് വലിയ ധാട്ടുപരിശയാണ്.
അതുകൊണ്ട് കുറച്ച് നാട്ടുപരിശകൾ പൊതുവേ കുറച്ച് ടഫായിരിക്കും. കാരണം സ്വരങ്ങളിങ്ങനെ ഡിസോർഡറായിട്ട് ക്രമം തെറ്റി വരുന്നതുകൊണ്ട്, ഒരു ജമ്പിങ് ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും. അത് നിങ്ങൾ കൂടുതൽ കേൾക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അത് പാടുന്നത് ഇങ്ങനെയാണ്. ഒന്നാം കാലത്തിൽ സ മ ഗ മ രി ഗ സ രി സ മ ഗ രി സ രി ഗ മ രി പ മ പ ഗ മ രി ഗ രി പ മ ഗ രി ഗ മ പ. അങ്ങനെ ഒരടിക്ക് 2 സ്വരം വീതമാണ് നമ്മൾ ഈ മൂന്നാമത്തെ വരിശ പാടുന്നത്. 1ഉം 2ഉം നമ്മൾ പാടിയത് ഓരോ താളത്തിൻ്റെ ഓരോ അടിയിലും ഓരോ സ്വരം വീതമാണ്. ഒന്നാം കാലത്തിലാണ് പാടിയത്. അപ്പോൾ അത് രണ്ടും ഒന്നാം കാലത്തിൽ പാടിക്കൊള്ളുക. ബാക്കി 1, 2, 3 കാലങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരടിക്ക് 2 സ്വരം വീതം രണ്ടാം കാലത്തിൽ തന്നെ തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ 3 സ്പീഡുകൾ പ്രാക്ടീസ് ചെയ്യുക. 2, 3, 4. ഓക്കെ. അപ്പം ഇതിൻ്റെ അടുത്ത കാലങ്ങൾ ഇത് കുറച്ച് ടഫായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്നാം കാലം മാത്രം നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത 2 കാലങ്ങൾ എങ്ങനെയാണ് പാടുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടാം. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കേൾക്കുക, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.